ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നത് നോക്കാം. അതിനു മുമ്പ് പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആസ് വെൽ ആസ് സെയിൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, റിപ്ലൈ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അവിടെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏറെ സ്വിച്ച് വേർഡ്സ് ആൻഡ് ഹീലിംഗ് നമ്പേഴ്സ് അവിടെ ലഭിക്കുന്നതാണ്. വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടുള്ളത് എഴുതിയെടുക്കുക ആൻഡ് ചൊല്ലുക. സോ നൗ വിൽ സീ എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് 5 മാസം തൊട്ട് തുടങ്ങിയതാകാം, അല്ലെങ്കിൽ 5 ദിവസം മുതൽ തുടങ്ങിയതാകാം. ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പ്രേക്ഷകർ വെളിയിലിറങ്ങുകയാണ്. ഓക്കെ, ഏറെ പ്രേക്ഷകരുടെ സേക്രൽ ചക്ര ബ്ലോക്ക്ഡ് ആയിരുന്നു. ഓക്കെ, ആ സേക്രൽ ചക്ര ഹീലിംഗ് ആയത് പ്രേക്ഷകർ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാൻ പോകുകയാണ്. ബാലൻസിങ് വരുന്നുണ്ട്. 3 ഓഫ് വാൻഡ്സ് ആൻഡ് ടെമ്പറൻസ് കാർഡാണ് വന്നത്. ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം, ഓക്കെ, അതിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, എന്നാൽ പോലും ആ ഒരു ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ ലോൺലി ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവ്, ഒരു നോളജ്, ഒരു ഡൗൺലോഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആ ഡൗൺലോഡിലൂടെയാണ് പ്രേക്ഷകർ പുതിയ ഒരു പെർസ്പെക്റ്റീവ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഏറെ പ്രേക്ഷകർ അവരുടെ അവരുടെ സെൽഫ് വർത്ത് അറിയുകയാണ്. ഓക്കെ, ആൻഡ് സെൽഫ് വർത്തിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒറ്റപ്പെടൽ എന്തുകൊണ്ടുണ്ടായി, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് കാരണം ലൈഫിൽ പല കാര്യങ്ങൾ നടന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രേക്ഷകർ ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസം മെൻ്റൽ ഷിഫ്റ്റ് ഏറെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് ആ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർ അഡ്മയർ ചെയ്തിരുന്ന ഒരാളെ കണ്ടുമുട്ടാം. ദാറ്റ് ഈസ്, പ്രേക്ഷകർ ആരെയാണോ ഏറെ ആരാധിച്ചിരുന്നത്. ഓക്കെ, ചിലരുടെ ബ്യൂട്ടി ആയിരിക്കാം, വർക്ക് എത്തിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ നേടിയതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ആയിരിക്കാം, പെർസോണ ആയിരിക്കാം. ഓക്കെ, പ്രേക്ഷകർക്ക് എവിടെ അത് വലിയൊരു ബൂസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഈ ആൾ ഇങ്ങനെ വേണം ഞാനും പ്രവർത്തിക്കാൻ, അങ്ങനത്തെ ഒരാളെ കണ്ടുമുട്ടാം. ചില പ്രേക്ഷകർ സംസാരിച്ചെന്ന് വരാം. ഓക്കെ, നിങ്ങളുടെ ഊർജത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ഓറയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഡാർക്ക് എനർജി ഓറ ഉണ്ടായിരുന്ന പ്രേക്ഷകർ ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിച്ചിട്ടുണ്ട്, ഓർ ബ്ലാക്ക് കോർണിങ്സ് ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓറ പ്രൊട്ടക്ഷൻ ഓർ ഗോൾഡൻ ലൈറ്റ് ഓർ വൈറ്റ് ലൈറ്റ് എനർജി പ്രൊട്ടക്ഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിലൂടെ തന്നെ നിങ്ങളുടെ ഓറ ക്ലിയർ ആയി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റിയാണ് കൊണ്ടുവരുന്നത്. ഏറെ ഹീലിംഗ് നടക്കുന്നുണ്ട്. പെർട്ടിക്കുലർലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ ഹീലിംഗ് നടക്കുന്നത്. കാരണം ദ സ്റ്റാറിൽ വാട്ട് വി സേ മൗണ്ടൻസ് കാണിച്ചിരിക്കുന്നത്, മലകൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറെ കാര്യങ്ങൾ, പേടിയാകാം ചിലർക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയായിരിക്കാം, ചിലർക്ക് എങ്ങനെ സ്വന്തം കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കാം, അവിടെ വരുന്ന ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, സോ അവിടെയൊക്കെ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റിസർവ് ആയിരുന്ന കുറച്ച് ആൾക്കാർ, ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി മറ്റാൾക്കാരോട് പറയാത്ത ആൾക്കാർ എക്സ്ട്രോവേർട്ട് ആകുന്നത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഏറെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം ആൾക്കാരുടെ മുമ്പിൽ വെക്കുന്നത്, അതൊക്കെ കാണാൻ ലഭിക്കുന്നതാണ്. 2 പ്രാവശ്യമാണ് പ്രേക്ഷകർക്ക് 5 ഓഫ് വാൻഡ്സ് ലഭിച്ചത്. ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ 5 ഓഫ് വാൻഡ്സ് വന്നിരുന്നു, പിന്നെയും എഗെയിൻ 5 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 5 ഓഫ് സ്വോർഡ്സ് ആണ് വന്നത്, സോ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. പിന്നെ 5 ഓഫ് വാൻഡ്സ് ആണ് വന്നത്. ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസും കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ എവിടെയെങ്കിലും പ്രേക്ഷകർക്ക് പണം ലഭിക്കുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ കടം കൊടുത്ത പണം ലഭിച്ചിട്ടില്ല, ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റിയിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്
പ്രോഫിറ്റ് ലഭിക്കുന്നില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓക്കെ, അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രേക്ഷകരോട് കൂടുതൽ വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, ഓക്കെ, കൂടുതൽ നിങ്ങളുടെ ജോലികളിൽ ശ്രദ്ധ കൊടുക്കൂ എന്നത് പറയുന്നുണ്ട്. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്, ഓക്കെ, എവിടെയാണോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ട്രിഗർ ആകുന്നത് ദാറ്റ് ഈസ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് വിഷമം തോന്നുന്നതാകാം, അല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തത് അത് മറക്കാൻ പറ്റാത്തതായിരിക്കാം. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് കറക്റ്റ് ബാലൻസിൽ വെക്കൂ, ഓക്കെ. എന്ത് സംഭവിച്ചിരുന്നു, എന്തുകൊണ്ട് സംഭവിച്ചു, അതിനേക്കാൾ ഉപരി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അതിൽ ഏറെ ശ്രദ്ധ കൊടുക്കാൻ പറയുന്നുണ്ട്. 2 ഓഫ് വൺസ് ആണ് വരുന്നത്. ഇന്നത്തെ ദിവസം ആയിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും ബാലൻസ്ഡായിരിക്കണം എന്നതാണ് പറയുന്നത്, ഓക്കെ. സോ ഈ ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫ് ടേണിംഗ് ഡിസിഷൻസ് ആണ്, ഓക്കെ. സോ ഈ ലൈഫ് ടേണിംഗ് ഡിസിഷൻസ് എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ആക്കി വെക്കൂ, നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കി വെക്കൂ. ക്ലിയർ ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ അത് ധരിക്കൂ, അല്ലെങ്കിൽ കയ്യിൽ വെക്കൂ. സെലനൈറ്റ് ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കാവുന്നതാണ്, ഓക്കെ. ഇത് നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകുന്നതാണ്. അഫർമേഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് അഫർമേഷൻ, ഐ ആം നോട്ട് ദ വിക്ടിം, ഐ ആം ദ ലൈറ്റ് ഹൗസ്. പണ്ട് നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ആൻഡ് അതുകൊണ്ട് ലൈഫിൽ ഇതൊക്കെ നടന്നു, കറക്റ്റാണ്. പക്ഷെ ഇനിയും അതിനെ ആലോചിക്കാതെ, ഓക്കെ, ഈ കാര്യം എൻ്റെ ലൈഫിൽ നടന്നെങ്കിൽ ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റി, ഓക്കെ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങളൊരു ലൈറ്റ് ഹൗസ് ആണ്, ഓക്കെ. നിങ്ങൾ വിക്ടിം അല്ല എന്നത് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ മനസ്സിനെ ധരിപ്പിക്കുക. I speak with confidence because the world needs my light. കോൺഫിഡൻസ് ഏറെ വർദ്ധിപ്പിക്കൂ. ഡിവൈൻ ഷൈൻ വിത്ത് ലൈറ്റ്, ഡിവൈൻ ഷൈൻ വിത്ത് ലൈറ്റ് എന്ന് ചൊല്ലൂ. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതാണ്. കോൺഫിഡൻസ് വളരുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർ എന്താണോ ഇപ്പോൾ ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ ദ മിഡ്സ് ഓഫ് എ മെൽറ്റ് ഡൗൺ ഐ ബ്രീത്ത് ത്രൂ ദ ഡിസ്കംഫേർട്ട് ആൻഡ് കം ഔട്ട് ദി അതർ സൈഡ്. ഇപ്പോൾ സിറ്റുവേഷൻ എത്ര മോശമായിക്കോട്ടെ, അത് ശരിയാണ്, ആൻഡ് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബിക്കോസ് ഈ ഒരു പറയുന്ന സിറ്റുവേഷൻ ഉടനെ തന്നെ മാറി പോകുന്നതാണ്. ഏഞ്ചലിക് അഡ്വൈസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഏത് രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇറ്റ്സ് എ യെസ്, ഓക്കെ. നിങ്ങൾ മുന്നോട്ട് പോകൂ, ഇറ്റ്സ് എ യെസ്. നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റാൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ചൊന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റി നിർത്തുക. ആൻഡ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ യെസ് ഫ്രം ദി ഏഞ്ചൽസ്. ഏഞ്ചൽസ് ആണ് ഇത്രയും വലിയൊരു കൺഫർമേഷൻ നൽകുന്നത്. ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്തോളൂ, ഓക്കെ ഗൈസ്. സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി ക്ലെയിം ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ട് ആൻഡ് റീഡിങ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.